ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിലായി നമുക്ക് സബ് സെൻ്ററുകൾ നിലവിലുണ്ട്. ആ സബ് സെൻ്ററുകളിൽ 2 സബ് സെൻ്ററുകൾ ഇപ്പോൾ വെൽനസ് സെൻ്ററാക്കി ഉയർത്തിയിരിക്കുകയാണ്. ഓരോ സബ് സെൻ്ററിനുകളിലും വെൽനസ് സെൻ്റർ ആക്കാൻ 7 ലക്ഷം രൂപ വെച്ച് ഓരോ സബ് സെൻ്ററുകളെ ഇപ്പോൾ വെൽനസ് സെൻ്ററാക്കി ഉയർത്തി. അവിടെ ഒരു നഴ്സിൻ്റെ സേവനം നമുക്ക് പൂർണ്ണ സമയവും നമുക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് വരികയാണ്. മറ്റൊന്ന്, അവിടെ വരുന്ന രോഗികളെ ടെലി കമ്മ്യൂണിക്കേഷൻ രീതിയിൽ ഡോക്ടറുമായി സംസാരിക്കാനും അവർക്ക് വേണ്ട ആരോഗ്യ അല്ലെങ്കിൽ മരുന്ന് കുറിച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് രോഗിയെ കാണുന്ന രീതിയിലേക്കുള്ള പദ്ധതികളും അവിടെ ആവിഷ്കരിച്ചു വരുന്നു. മറ്റൊന്ന്, ഈ വെൽനസ് സെൻ്ററുകൾക്ക് കീഴിൽ യോഗ അല്ലെങ്കിൽ കരാത്തെ, വിവിധ സൈക്കിൾ ക്ലബ്ബുകൾ, വാക്കിംഗ് ക്ലബ്ബുകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് കൂടുതൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ അതിലേക്ക് അടുപ്പിക്കാനും ആരോഗ്യ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും പ്രഷറും ഷുഗറും ഒക്കെയുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവർക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള എക്സസൈസുകൾ കൊടുത്തുകൊണ്ട് അതിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുള്ളത്, നമുക്ക് ഈ സബ് സെൻ്ററിൻ്റെ കീഴിൽ ആശാമാരുടെ കീഴിലുള്ള വെൽനസ് സെൻ്ററുകളുടെ കീഴിൽ തന്നെ വിവിധ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ പാലിയേറ്റീവ് രോഗികൾക്ക് കൂടി സഹായകരമാകുന്ന രീതിയിലാണ്. അവിടെ നമുക്ക് അവർക്ക് വേണ്ട വിവിധ സ്റ്റിക്കുകൾ, വാക്കറുകൾ, വീൽ ചെയറുകൾ, ബെഡുകൾ ഒക്കെ തന്നെ നൽകുന്ന രീതിയിലേക്ക് ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ എല്ലാ വാർഡുകളിലും ഒരുക്കിയിരിക്കുന്നു. ആശമാരാണ് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രോഗികൾക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ എത്തിക്കാൻ നമുക്ക് ആ വെൽനസ് സെൻ്ററുകൾ വഴി, ഇത്തരം ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ വഴി നമുക്ക് എത്രയും പെട്ടെന്ന് രോഗികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡിലും വിവിധ തരത്തിലുള്ള ആരോഗ്യ ക്യാമ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, മറ്റൊന്ന് അമല മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ വിവിധ ഐ ഫൗണ്ടേഷൻ്റെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവരിലേക്ക് എത്രയും നല്ല സേവനം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. വിവിധ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടി, ലഹരിക്ക് ഇന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ, ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഒക്കെ തന്നെ നമ്മൾ സംഘടിപ്പിച്ച് നമസ്കാരം. എൻ്റെ പേര് ദീപകുമാർ. ഞാൻ കീരാലൂർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്നു. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന 7, 8, 9 വാർഡുകളുടെ സബ് സെൻ്ററായ കീരാലൂർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലെ ജയജയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിലവിൽ ഈ കേന്ദ്രം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ച 100 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളിൽ ഒന്നായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ നിരവധി ആരോഗ്യ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. പ്രധാനമായും ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടികൾ, മാതൃ സംരക്ഷണ, ശിശു സംരക്ഷണ, ആരോഗ്യ സംരക്ഷണ പരിപാടികൾ, അതോടൊപ്പം തന്നെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, മൈഗ്രൻസ് അഥവാ അതിഥി തൊഴിലാളികൾക്കായിട്ടുള്ള ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടികൾ, വൃദ്ധജന പരിപാലനത്തോട് അനുബന്ധിച്ചിട്ടുള്ള ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടികൾ, അതോടൊപ്പം നമ്മൾ ഫീൽഡിലെ, അതായത് വിവിധ വാർഡുകളിൽ നടത്തി വരുന്ന മറ്റ് മാതൃ ശിശു ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാംസുകൾ, അങ്ങനെ നിരവധി പ്രോഗ്രാംസുകൾ ഇവിടെ നടന്നു വരുന്നു. കീരാലൂർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൽ നിലവിൽ ആഴ്ചയിൽ 6 ദിവസവും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ ഹെൽത്ത് സെൻ്ററിന് കീഴിൽ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ഒരു MLSP വർക്കർ, ഓരോ വാർഡിനും 3 ആശാപ്രവർത്തകർ എന്നിവർ നമ്മുടെ ഫീൽഡ് തലത്തിൽ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. തിങ്കളാഴ്ച ഗർഭിണികൾക്കും, ചൊവ്വാഴ്ച അമ്മയും കുഞ്ഞിനും, ബുധനാഴ്ച ദിവസം പ്രയോറിറ്റി വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങളും, വ്യാഴാഴ്ച ദിവസം NCD പ്രോഗ്രാമുകളും, വെള്ളിയാഴ്ച ജീവിതശൈലിയോടൊപ്പം വൃദ്ധജന പരിപാലനത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളും, ശനിയാഴ്ച കൗമാര കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളുമാണ് പ്രധാനമായിട്ടും നടക്കുന്നത്.